സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തിന് കാരണം മഴ ലഭിക്കാത്തതും വൈദ്യുതി ഉൽപാദനം കുറഞ്ഞതുമാണെന്ന് സഭയിൽ ആവർത്തിച്ച വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കാലവർഷം ശക്തമാകാതിരുന്നതിനാൽ വൈദ്യുത ഉൽപാദനം കുറഞ്ഞതും കേന്ദ്ര പൂളിൽ നിന്നുള്ള വിഹിതം കുറഞ്ഞതും തിരിച്ചടിയായി. ഇതോടെ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതരാവുകയായിരുന്നു എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ഫിഫ ലോകകപ്പ് നടക്കുന്ന സമയങ്ങളിൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. വൈദ്യുതി ലഭ്യതയും വൈദ്യുതി ആവശ്യകതയും തമ്മിൽ വലിയ അന്തരമുണ്ടായ ഒരു സാഹചര്യത്തിലാണ് നിയന്ത്രണം വേണ്ടി വന്നത്. മഴയുടെ ലഭ്യത കുറവ് മൂലം സംസ്ഥാനത്തെ സംഭരണ ശേഷിയുള്ള ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് സാരമായി കുറഞ്ഞിട്ടുണ്ട്. പ്രതിദിന ശരാശരി 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ടായി. ആഭ്യന്തര ഉൽപാദനമായ 1700 മെഗാവാട്ടും കേന്ദ്ര നിലയങ്ങളിൽ നിന്നുള്ള 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളിൽ നിന്ന് 612 മെഗാവാട്ടും പൂർണ്ണതോതിൽ ലഭിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഏതാണ്ട് 900 മെഗാവാട്ട് വൈദ്യുതി ഇവിടെ കുറവ് നിലവിലുണ്ട്. ഈ വർഷം വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കടം വാങ്ങിയിരുന്നു. സാപ്പ് ഇമ്പോർട്ട് ജൂൺ 16 മുതൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തിരികെ നൽകാമെന്ന കരാറിലാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇപ്രകാരം വൈദ്യുതി വായ്പയായി വാങ്ങിയത്. പുറമേ നിന്ന് ഏകദേശം 74-75 മില്യൺ യൂണിറ്റുകൾ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 17-18% മാത്രമാണ് ആഭ്യന്തര ഉൽപാദനം.